യഥാർത്ഥ വിശ്വാസികൾ വിപത്തുകളിലും വിപരീത സാഹചര്യങ്ങളിലും നന്മ കണ്ടെത്തുന്നവരായിരിക്കും. ഈ ഒരു തത്വശാസ്ത്രത്തെ സ്വന്തം ജീവിതാനുഭവം കൊണ്ട് വിശദീകരിക്കുകയാണ് ഗ്രന്ഥകാരനായ നെപ്പോളിയൻ ഹിൽസ്. ചെറുപ്പകാലത്ത് വളരെയധികം ദാരിദ്ര്യക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ ഹിൽസ്. വെർജീനിയയിലെ വൈസ് കൗണ്ടിയിൽ ഒരു കർഷക കുടുംബത്തിൽ ദാരിദ്ര്യം അനുഭവിച്ച് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ പണം ഉണ്ടാക്കാനുള്ള കുറുക്കുവഴി അന്വേഷിക്കുന്നതിൽ യാതൊരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം ഒരു ഭാഗ്യക്കുറി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 25 സെന്റ് മുടക്കി ഒരു ടിക്കറ്റ് വാങ്ങി. എല്ലാവരും ഒരു ടിക്കറ്റ് എടുത്താൽ എന്തായിരിക്കും ആഗ്രഹിക്കുക? ഒന്നാം സമ്മാനം അടിക്കണം. അങ്ങനെ നെപ്പോളിയൻ ഹിൽസും ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായി. അന്നത്തെ ഒന്നാം സമ്മാനം ഒരു കുതിരയായിരുന്നു. ഒരു അമേരിക്കൻ കർഷക കുടുംബത്തെ സംബന്ധിച്ച് ഒരു കുതിര എന്നത് മികച്ച ഒരു പാരിതോഷികം തന്നെയായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം കുതിരയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിറയെ ഭക്ഷണവും കൊടുത്തു. രാത്രിയിൽ ഈ കുതിര കെട്ടഴിച്ച് ആറ്റിൽ പോയി വെള്ളം കുടിച്ച് വയറ് പൊട്ടി ചത്തുപോയി. ഇതിനെ സംസ്കരിക്കാനായിട്ട് അദ്ദേഹം ഏകദേശം $5 ചിലവാക്കേണ്ടി വന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് ഭാഗ്യക്കുറിയിൽ ഒന്നാം സമ്മാനം ലഭിക്കണമെന്നായിരുന്നു. ആശിച്ചത് കിട്ടിയെങ്കിലും ആശിക്കാത്തതും സംഭവിച്ചു. അതിൽ നിന്നും അദ്ദേഹം മഹത്തരമായ ഒരു പാഠം ഉൾക്കൊണ്ടു. അതോടുകൂടി അദ്ദേഹം ചൂതുകളിയിൽ പണം മുടക്കുന്ന സ്വഭാവം അവസാനിപ്പിച്ചു. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ദൗർഭാഗ്യങ്ങളിലും പരാജയങ്ങളിലും നഷ്ടങ്ങളിലും നമ്മുടെ ഭാവിക്ക് നേട്ടമായ ഒരു നന്മയുടെ ബീജം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാചകം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഏതൊരു വിപത്തിലും നന്മയുടെ ബീജം അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.